എല്ലാവർക്കും നമസ്കാരം. ടിനോക്കോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലെ ജീവനക്കാരനും നല്ല ഒരു ജ്യോതിഷ പണ്ഡിതനും അതിലുപരി ഒരു ഗാനരചയിതാവുമായ ശ്രീ രാജീവ് മാരാറാണ്. കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ പാതി ബിന്ദു ടീച്ചറും. ഇന്ന് ഗുരുവായൂർ എത്തിയപ്പോൾ ഞാൻ അവരുടെ ചെറിയ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരുമായിട്ടുള്ളൊരു സംസാരത്തിന്റെ ചെറിയൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ക്ഷേത്ര സമൂഹത്തോടും ദൈവഭക്തിയോടും വളരെ അടുപ്പമുള്ള ഒരാളാണ് രാജീവ് മാരാർ. ഗുരുവായൂരപ്പനോടുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക ബന്ധവും വളയനാട് ദേവീക്ഷേത്രവുമായി ഉള്ള ആത്മീയ അനുഭവങ്ങളും മൂകാംബിക ദേവിയോടുള്ള ഭക്തിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ദൈവാനുഭവവും കുടുംബജീവിതവും സംഗീതയാത്രയും ഒക്കെ നമുക്ക് കേട്ടാലോ. ഗുരുവായൂരപ്പനോടുള്ള സേവനം ഇതെല്ലാം തമ്മിൽ എന്തെങ്കിലും ആത്മബന്ധം? അത് പറയുമ്പോൾ ഒരു പിന്നാമ്പുറ കഥയും കൂടി പറയുന്നത്, എന്റെ കുട്ടിക്കാലത്ത് ഒരു 8 വയസ്സിൽ തുടങ്ങിയിരിക്കുന്ന ആത്മബന്ധം കൃഷ്ണനായിട്ടുണ്ട്. തൃച്ചംബരം കൃഷ്ണന്റെ ഒരു അതേ മൂർത്തി തന്നെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ഒരു ക്ഷേത്രത്തിലാണ് നമ്മുടെ കുലദേവതാ സങ്കല്പത്തിൽ കൃഷ്ണൻ ഉള്ളത്. അവിടെ നിന്ന് 8 വയസ്സ് മുതൽ ശംഖ് വിളിച്ച് വാദ്യങ്ങളൊക്കെ കേട്ട് വളർന്നിരിക്കുന്ന ഒരു ചുറ്റുപാട് പശ്ചാത്തലത്തിലാണ് ഞാൻ അങ്ങനെ 16 വയസ്സിൽ ഗുരുവായൂരപ്പനായിട്ടുള്ള ആത്മബന്ധം പുലർത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഞാനാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കലാനിലയത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്റ്റൈപ്പൻഡോടുകൂടി പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം വളയനാട് ദേവീക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡ് വളയനാട് ദേവീക്ഷേത്രത്തിൽ ഞാൻ ജോലി ചെയ്യുകയാണ്. അതിന്റെ ഇടക്കാലത്ത് ഇതൊക്കെ ആത്മജ്ഞാനങ്ങൾ തന്നിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പാട്ട് എഴുതാന്നുള്ളൊരു വാസന എപ്പോഴും കടന്നുകൂടിയിട്ടുണ്ട്. ഇത് മൂകാംബികയും വളയനാട് ദേവിയും തന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ തെറ്റില്ലാതെ കണ്ട് ദേവി തരുന്ന എന്റെ കഴിവ് ഞാൻ ഒരിക്കലും പറയില്ല, ദേവി തരുന്ന ജ്ഞാനം ഞാനതിൽ പകർത്താറുണ്ട്. അങ്ങനെ മധു ബാലകൃഷ്ണ ഉണ്ണിമേനൊക്കെ എന്റെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ സൗകര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര സേവനവും ജ്യോതിഷവും ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു? ഇന്നത്തെ തലമുറക്ക് ഭക്തിയോ ആത്മവിശ്വാസമോ ഒന്നും ഇല്ലാതെ പോകുന്നു. അപ്പൊ അവർക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ജ്യോതിഷം ആധ്യാത്മികമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഘടകം തന്നെയാണ്. പക്ഷേ ആധുനിക ശാസ്ത്രപ്രകാരം മനഃശാസ്ത്രപരമായിട്ട് ഇത് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ബാധ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ആൾക്കാർ അന്ധവിശ്വാസത്തിലേക്കൊക്കെ പോയിട്ട് ഒരുപാട് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ അല്ലാതെ കണ്ട് ശാസ്ത്രത്തിന് അധിഷ്ഠിതമായിക്കൊണ്ട് ശാസ്ത്രീയമായ തരത്തിൽ തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ട് ജ്യോതിഷത്തിന് മാറ്റണം. സമൂഹത്തോട് കഥിക്കുന്നതിനുള്ളതുകൊണ്ട് ബാധ കുറെ അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാതെ കണ്ട് അവരെ ആന്തരിക പരിവർത്തനം വരുത്താൻ ഘടകമായിട്ട് തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് അത് അപ്ലൈ ചെയ്യുന്ന വ്യക്തികൾക്ക് സ്വാധീനം ചെലുത്തിയാൽ മാത്രമേ അതിന്റെ ഫലം അവർക്ക് 100% ഉണ്ടാവും. അത് ആധ്യാത്മികം പ്ലസ് ജ്യോതിഷം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമർപ്പണ മനോഭാവത്തോടു കൂടി തോന്നുന്ന കാര്യങ്ങൾ അവരുടെ ചിന്താമണ്ഡലത്തിൽ പോസിറ്റീവായി ഉയർത്തി ഒരു കോൺഫിഡൻസ് പവർ വരുത്തി അവർക്ക് എല്ലാ കാര്യങ്ങളും നേരെയാവുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കണം ജ്യോതിഷം എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ. ഒരു കലാകാരന്റെ പുറകിലൊരു ശക്തി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആരാന്നൊക്കെ എനിക്കറിയാം. എങ്കിലും ഈ നാവിലൂടെ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ, ഇല്ല ടീച്ചറെ? തീർച്ചയായിട്ടും അത് ഒരു സീറോയിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ എഴുത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ അത് പ്രചോദനം നൽകി അത് വെളിച്ചത്ത് വരണം. 100% നല്ല രൂപത്തിൽ തന്നെ അത് വരണം എന്നെ പ്രചോദിപ്പിക്കുകയും അതിന് വളരെ നല്ല തരത്തിൽ ഉത്തേജനം, പ്രോത്സാഹനം, വിമർശനമൊക്കെ നൽകി അത് അണച്ച് എടുക്കുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടാക്കുന്നത് എന്റെ ഭാര്യയായ ഗുരു തന്നെയാണ്. 100% ആത്മാർത്ഥത. ഇനി എന്റെ അടുത്ത ചോദ്യം ബിന്ദു ടീച്ചറോടാണ്. ഇത്രയും വർഷം ഒരു കലാകാരനെ പിന്തുണച്ച് കൂടെ ഉണ്ടായ അനുഭവം എങ്ങനെയാണെന്ന് പറയും. ഒരു ഗാനരചയിതാവിന്റെ ജീവിതം വീട്ടിൽ എങ്ങനെയായിരിക്കും എന്നും കൂടെ എനിക്ക് അറിയാൻ ആഗ്രഹം. ഏകദേശം ഒരു 36 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മില്. കലാകാരൻ ഉപരി ഒരു നല്ലൊരു സുഹൃത്ത്, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അതിനുശേഷമാണ് ലൈഫിലേക്ക് വന്നതും പിന്നെയാണ് എഴുത്തുകളിലും അതേപോലെ നല്ല ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ പുറത്തേക്ക് വരുന്നത്. എപ്പോഴൊരു ഉൾവലിയുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് ഒരാളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് വരിക എന്നുള്ള ഒരു സ്വഭാവമാണ്.
അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു സപ്പോർട്ട് ഞാനും മോനും എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നതും. എഴുതുമായിരുന്നു, എഴുതി മറച്ചു വെക്കുക എന്നുള്ളതിൽ നിന്ന് എഴുതി പുറത്തോട്ട് വരിക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത് ഞങ്ങളുടെ ഒക്കെ പൂർണ്ണ പിന്തുണ കിട്ടിയപ്പോഴാണ്. ആരെങ്കിലും ഒരു കോൺഫിഡൻസ് കൊടുക്കണം എന്നുള്ള ഒരു മനസ്സാണ്, എപ്പോഴും ഒരു പരിഗണന കിട്ടണം. പിന്നെ വ്യക്തി എന്നുള്ള നിലയിൽ ഭയങ്കര സപ്പോർട്ടാണ്, നമ്മളെപ്പോഴും നല്ല പ്രോത്സാഹനമാണ്, നമ്മളെപ്പോഴും കെയർ ചെയ്തുകൊണ്ടാണ്, എപ്പോഴും കെയറിങ് ആണ്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. അത് പുറത്തും വീട്ടിലെല്ലാം ഒരേ ക്യാരക്ടറാണ്. രാജീവ് മാരാർ പറഞ്ഞ ഈ മനോഹരമായ ദൈവാനുഭവങ്ങൾ നമ്മൾ കേട്ടൂലേ? എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു വലിയ ഭാഗം നമ്മൾ കേൾക്കാനിരിക്കുകയാണ്, സംഗീതം. അദ്ദേഹം സംഗീതത്തിലേക്ക് എത്തിയത് എങ്ങനെ, ആ യാത്ര എങ്ങനെ ആരംഭിച്ചു, അതിന് പിന്നിലെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാട്ടോ. അതുകൊണ്ട് അടുത്ത ഭാഗം കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.